Hello everyone, warm welcome to Gandhi Jayanti Day celebration which is organized by Department of Political Science and Parliamentary Literacy Club, Pashiraja College, Pulpalli, Wayanad. Today, October 2nd, the whole India celebrating this day as 151st birth anniversary of our national father Mahatma Gandhi. He was a great follower of peace, Satya and non-violence or Ahimsa. He was the leader of our great freedom struggle against British Empire. Our Mahatma is highly appreciated in all over the world for his simplicity and wisdom of thinking. He was a great man of spiritual enlightenment and a humble leader. He was called as half-naked fakir because of his ordinary lifestyle, just like a sannyasi. His simple living and high thinking made him fondly called as Baba. Gandhian principle and his vision about life morale helping us to reshape the lost morality and way of life. That will be the only reason for celebrating this day as World Non-Violence Day by United Nations Organization. In this occasion, I would like to welcome all of you to a short video released by Parliamentary Literacy Club for commemorating Gandhi Jayanti Day. Thank you. वैष्णव जन तो तेने कहिए छे पीठ पराये जाने रे पर दुखे उपकार करे तो ये मन अभिमान नाने रे वैष्णव जन तो तेने कहिए छे पीठ पराये वैष्णव जन तो तेने कहिए छे पीठ पराये जाने रे पर दुखे उपकार करे. പഴശ്ശിരാജ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെയും പാർലമെൻ്ററി ലിറ്ററസി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 151ാം ജന്മദിനം ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. നമ്മൾ ലോക ജനതയ്ക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിമനോഹരമായ സിംബളാണ് മഹാത്മാ ഗാന്ധിജി. ലോക രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അനേക രാഷ്ട്ര നേതാക്കൾ അവരുടെ മാർഗങ്ങൾക്ക് പ്രചോദനമരുളിയ പ്രകാശ ഗോപുരമായി ഗാന്ധിജിയെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിലും ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിലും അമേരിക്കയിലെ ചിക്കാഗോയിലും തെക്കേ അമേരിക്കയിലെ മെക്സിക്കോയുടെ കവാടത്തിലും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ മനോഹരമായ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമകൾ സാക്ഷിക്കുന്ന സന്ദേശം സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനുമായ സന്ദേശമാണ്. നമ്മൾക്കറിയാം, അതിശ്രേഷ്ഠമായ ഈ സന്ദേശം എല്ലാവർക്കും സ്വീകാര്യമാണ്. ഗാന്ധിജിയുടെ അനുസ്മരണം നടത്തുന്ന വേദികളിൽ നമ്മൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി ഇന്ന് വളരെയേറെയുണ്ട് എന്ന് പ്രസംഗിക്കുകയും ഗാന്ധിജിയുടെ പ്രതിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പടത്തിന് മുൻപിലുമൊക്കെ പുഷ്പാർച്ചന നടത്തുകയും ആദരവ് കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അനുസ്മരണയ്ക്ക് ശേഷം നമുക്കെല്ലാം അറിയാം, ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ സന്ദേശങ്ങൾ
പുലരുവാനായിട്ടുള്ള പ്രവർത്തികളോ അത് സാക്ഷിക്കുന്നതായ വ്യക്തികളോ വളരെ കുറവാണ്. ഗാന്ധിജി എന്ന് നമുക്ക് ഒരു അനുസ്മരണയ്ക്കുള്ള വിഷയമായി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനം അർപ്പിക്കുന്ന ഒരു വ്യക്തിയായി ബഹുമാനപൂർവം നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു അടയാളമായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു. പഴശ്ശിരാജ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം നടത്തുന്ന ഈ അനുസ്മരണം ഗാന്ധിജി ഉയർത്തിയ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അഹിംസയുടെയുമായ സന്ദേശം കോളേജ് ക്യാമ്പസുകളിലും അവിടെ നിന്ന് പഠിച്ചുറങ്ങുന്ന വിദ്യാർത്ഥികളിലും സാക്ഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അനുസ്മരണയ്ക്ക് എല്ലാവിധമായിട്ടുള്ള നന്മകളും നേരുന്നു. ഈശ്വരൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അഹിംസ മാർഗത്തിലൂടെ ഊന്നിയ ഗാന്ധി ദർശനം ഇന്ന് ആധുനിക ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും നൽകിയ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ആ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള ആശയം ഇന്ന് വളർന്നു വരുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഐക്യത്തോടുകൂടി സേവന മനോഭാവ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ 151 ജന്മദിനം നമ്മുടെ രാജ്യത്തൊട്ടാകെ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു ആഘോഷവേളയിൽ നമ്മൾക്ക് കഴിയാവുന്ന സേവനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മൾ മാതൃകയാക്കുകയാണ്. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമീണ മേഖലയിൽ ഒരു ഇന്ത്യൻ പൗരന് ജീവിക്കേണ്ട എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഉറങ്ങേണ്ടത് വലിയ കൊട്ടാരങ്ങളിലല്ല, ഗ്രാമങ്ങളിലെ ചെറിയ കുടിലുകളിലാണ് ഇന്ത്യ ഉറങ്ങേണ്ടതെന്നും, ഇന്ത്യ ജീവിക്കേണ്ടത് വലിയ പട്ടണങ്ങളിലല്ല, ഇന്ത്യയുടെ ചെറിയ ഗ്രാമങ്ങളിലാണെന്നും രാഷ്ട്രപിതാവ് നമുക്ക് ഒരു മെസ്സേജായിട്ട് നൽകിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർക്കേണ്ട ദിനമാണ് ഒക്ടോബർ 2. ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമായി ആഘോഷിക്കുമ്പോൾ, ഈ ആഘോഷം നടത്തുന്ന വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. I am very happy to know that the Department of Political Science and Parliamentary Literacy Club of Pazhiraja College is conducting different programs using online mode on the occasion of 151st birth anniversary of Mahatma Gandhi. This anniversary is relevant because the UN declared this day as International Day of Non-Violence. Gandhiji's thoughts on education is relevant all the time, even in the context of the new education policy. Mahatma Gandhi proposed an education system known as basic education. Gandhiji believed that basic education takes up challenging task of preparing the young learners to become morally sound, individually independent, socially constructive, economically productive and responsible future citizens, which can prove helpful in solving the problems of unemployment,
by making the youth self-employed and by giving them skill training. He believed that education should develop all the capabilities of becoming a complete human being. In this occasion, I congratulate Sri Manoj Matthew, the faculty in the Political Science Department, and all the students in the department and other students for taking part in various events organized by the department. I wish all success to this program. Good morning. I'm very happy to be part of this celebrations by Veera Parshiraja College, Wayanad, in the context of the 151st birth anniversary of Mahatma Gandhi. India has been a very lucky country to have Mahatma Gandhi as our father of the nation. Very few nations are lucky to produce such great leaders with moral values and also a man of social action who played a very significant role in the freedom of the nation, and his great contribution to the freedom struggle will always be remembered. In today's context, I would like to briefly touch upon his ideas and contributions for a sustainable world. We suffer today immensely from climate change, and this perfect life has come mainly because we have destroyed our nature, and therefore it had affected not only human life but also plant life and animal life. Gandhi had reminded us the importance of leading a sustainable life, particularly in protecting the environment. Environment is crucial not only to human beings but also to others. We should consider all these facts. But in the 21st century, where we have a very fast life in the age of globalization, where time is pressed and everybody is moving very fast, all aspects of life has been reduced to a mechanical one. This had affected every aspect of human life, and therefore the net result was the damage we had given to the environment. So Gandhi's great message of protecting the environment has to be highlighted, and I would like to remember and remind all of you that producing a sustainable world is the most important thing in today's challenging days, and therefore the message of Gandhi on environmental protection has to be highlighted. He has made contributions to all other aspects, but I highlight only this aspect, which is very important in the 21st century, not only for Kerala or for India, but for humanity and for the whole world. I congratulate the organizers and thank you for giving me this great opportunity. Thank you. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷിക ദിനമാണല്ലോ. ഗാന്ധി എന്നത് ഒരു കേവല നാമമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ജനതയുടെ വികാരവും മാർഗദർശിയുമാണത്. നമ്മുടെ രാജ്യം എന്താണെന്നും അതെങ്ങനെ ആയിരിക്കണമെന്നും നാം നോക്കി പഠിക്കേണ്ടത് ഗാന്ധി എന്ന മനുഷ്യനാകുന്ന പുസ്തകത്തിലേക്ക് നോക്കിയാകണം. ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗാന്ധിയുടെ ചിന്തകളിൽ, ഗാന്ധിയുടെ ജീവിതത്തിൽ നാം നോക്കിക്കാണാൻ സാധിക്കും. മാത്രമല്ല, കാലഭേദമന്യേ ഭാരതമെന്ന മഹാരാജ്യത്തിന് ലോക ജനതകൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ചിന്തയും ആശയവും മനുഷ്യനുമാണ് മഹാത്മാ ഗാന്ധി. നമ്മുടെ കോളേജിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും പാർലമെൻ്ററി ലിറ്ററസി ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ഗാന്ധി അനുസ്മരണം ഏറ്റവും ഉചിതമായതാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും പാർലമെൻ്ററി ലിറ്ററസി ക്ലബിനും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ജയ് ഭാരത്. സ്നേഹമുള്ളവരെ, മഹാത്മാ ഗാന്ധിയുടെ 151ാം ജന്മദിനത്തിൻ്റെ ഭാഗമായി പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും പാർലമെൻ്ററി ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി ഗാന്ധി ജയന്തി ആഘോഷിക്കുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്.
സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ആയുധമെടുക്കാതെ സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെ പോരാടിയ വ്യക്തി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ അവസരത്തിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടികൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ പരിപാടിക്ക് മുൻകൈയെടുത്ത ഡിപ്പാർട്ട്മെന്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. നന്ദി. ജയ് ഹിന്ദ്. सकल लोगमा साहुने वंदे निदान करे केणी रे वाचका मन निश्चल रागे धन धन जननी तेरी रे वैष्णव जन तो तेने कहिए छे पीठ पराए जाने रे. എല്ലാവർക്കും നമസ്കാരം. 2020 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൻ്റെ 151 ദിനം. ഈ കാലയളവിൽ സാധാരണ NSS പോലെയുള്ള നമ്മുടെ സംഘടനകളാണ് പൊതുവിൽ ഗാന്ധി ജയന്തിയുടെ ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ ഈ കോവിഡ് കാലത്ത് നമുക്കതിനൊന്നും സാധ്യമല്ല. എന്നാലും ഗാന്ധിജിയെ അനുസ്മരിക്കാൻ വേണ്ടി പഴശ്ശിരാജ കോളേജിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരെ, പ്രത്യേകിച്ചും പ്രൊഫസർ മനോജിനെ ഞാൻ ഹൃദ്യമായി അനുമോദിക്കുന്നു. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തെ നമുക്ക് ഏതെല്ലാം ആംഗിളിൽ നിന്ന് നോക്കിയാലും വായിച്ചു തീരാൻ കഴിയാത്ത ഒരു പുസ്തകം പോലെയാണ്. അഥവാ ഒരു ക്ലാസിക് സ്വഭാവമുള്ള വ്യക്തിത്വമാണ് ഗാന്ധിജി. അദ്ദേഹത്തെക്കുറിച്ച് നാനാതരം പഠനങ്ങളെല്ലാം പല വഴിക്കിലായി നടന്നിട്ടുണ്ടെങ്കിലും ഇന്നും പഠിച്ചു തീരാത്ത ആ മഹാത്മാവ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്ന് ഒറ്റ വാക്കിലോ 2 വാക്കിലോ ഒന്നും പറഞ്ഞു തീർക്കാവുന്നതല്ല. വിദ്യാഭ്യാസത്തെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റിയും എല്ലാം വലിയ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായാൽ ഇന്ത്യ എങ്ങനെ നവീകരിക്കപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ആശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സമരമുറകളും ഗാന്ധിജിയാണ് നമ്മളെ പഠിപ്പിച്ചത്. സമരത്തിൽ ആയുധമെടുക്കരുത് എന്നത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അവലംബിച്ച ഏറ്റവും ശക്തമായ സമരമാർഗമായിരുന്നു നിരാഹാരം. ആ സമരത്തിന് മുമ്പിലാണ് ബ്രിട്ടീഷുകാർ പതറിപ്പോയത്. അങ്ങനെയുള്ള ഒരു മഹത്തായ സമരമാർഗത്തെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ആ രീതിയിൽ ലോകത്തിനു മുമ്പിൽ ഉയർന്നു നിന്ന ഒരു വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധിയുടേത് എന്നതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ നിത്യജീവിതത്തിൽ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, ഖാദി, ചർക്ക ഒക്കെ പോലെയുള്ള പദങ്ങൾ ഗാന്ധിജിയാണ് നമുക്ക് സംഭാവന ചെയ്തത്. സർവോദയ ഒക്കെ പോലെയുള്ള സംഘങ്ങൾ അതൊക്കെ ഗാന്ധിജിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, ഭാരത ജീവിതത്തെ മുഴുവനായും എല്ലാ വശങ്ങളിൽ നിന്നും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ഞാൻ യുവതലമുറയെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും പാർലമെന്ററി ക്ലബും സംയുക്തമായി മഹാത്മജിയുടെ 151 വാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാഷ്ട്രതന്ത്രജ്ഞതയുടെയും രാഷ്ട്രീയ മീമാംസയുടെയും അകക്കാമ്പ് എന്ന് പറയുന്നത് പൗരന്മാരിൽ ദേശീയബോധം ഉണർത്തുക എന്നുള്ളതാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിന് ഇന്ത്യയിൽ 64 വർഷത്തെ ചരിത്ര പാരമ്പര്യമേ ഉള്ളൂ എങ്കിലും നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ത്യയെ ഒരു പാർലമെന്ററി സംവിധാനത്തിലേക്ക് പറിച്ചു നടക്കപ്പെട്ടതിൽ ഗാന്ധിജിയുടെ പങ്ക് ഈ അവസരത്തിൽ വളരെ ദീർഘമാണ്. ഗാന്ധിജിയുടെ യാത്രകളെപ്പറ്റി നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഗാന്ധിജി എന്ന അന്തർമുഖനായ മനുഷ്യന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ജനാധിപത്യ സ്വരത്തിലേക്കുള്ള ഒരു വരവ് എന്ന് പറയാൻ പറ്റുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഖനി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ കുടിയേറിയ ആദ്യത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു ബാരിസ്റ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ വക്കീൽ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുകയും
ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളെ സ്വാംശീകരിച്ചിട്ട് ഇന്ത്യയിൽ ജനാധിപത്യ ക്രമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കാൽവെട്ടുകൾ ചുവടുവയ്പ്പുകൾ നാം തീർത്തും സ്മരിക്കേണ്ടതാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഒരുപക്ഷെ ഇന്ന് കാണുന്ന രീതിയിൽ ചാതുർവർണ്ണത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരുന്നില്ല. ഇത്തരത്തിൽ ഗാന്ധിജി നമുക്ക് പകർന്നു തന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പകർന്നു തന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ സ്വച്ഛന്തതയ്ക്കും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പൗരൻ്റെ സ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാനും ഇന്നിൻ്റെ തലമുറയെ വാർത്തെടുക്കാനും ഇന്നിൻ്റെ തലമുറയെ നേരിൻ്റെ വഴിയിലും വെളിച്ചത്തിൻ്റെ വഴിയിലും നയിക്കുവാനും ഇത്തരം പ്രസ്ഥാനങ്ങൾക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിന് ചുക്കാൻ പിടിക്കുന്ന അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ഭാരതമാത ജയ്. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ മനോജ് മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന ഈ വൺഡേ വെബിനാറിന് എല്ലാവിധ ശുഭാശംസകളും നേരുന്നു. ജീവിതത്തിൽ എക്കാലവും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. Dear students and friends, we are very happy to participate in the 115th birth anniversary celebrations of the father of our nation, Mahatma Mohandas Karamchand Gandhi, jointly organized by the Department of Political Science and also the Legal Literacy Club of our college. As you all know that Gandhi's struggle for freedom led to the end of 200 years of our colonial slavery. And for this struggle, Gandhiji used two novel methods, that is Satyagraha and Ahimsa. The same method he had earlier used in South Africa also. And along with this struggle, Gandhiji worked for the social reforms in India and also for the social upliftment of the society, especially in the case of the poor farmers, peasants, and also the oppressed working class in the society. On this occasion, from the side of the history department, we wish a grand success to the all programs organized by the political science department, and I take this opportunity to congratulate Professor Manoj Mathew for organizing such a wonderful event for the students in the college. Thank you so much. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 151-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പഴശ്ശിരാജ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ പാർലമെൻ്ററി ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമിന് എൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. हाथों से करो गकी का, मुख से भोलो सीताराम. हाथों से कर गकी का, मुख से भोलो सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. भानुषवाला हे घनश्याम, धनुष्यधारी सीताराम. भानुषवाला हे घनश्याम, धनुष्यधारी सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. All of us know that October 2nd is observed as the International Day of Non-Violence,
commemorating the birth of a great soul, Mahatma Gandhi. Gandhi's actions have inspired the human rights movements around the globe. Albert Einstein once said that Mahatma Gandhi was such a great human being that coming generations may not believe that such a man ever existed. In the contemporary world, where global peace is in jeopardy, Gandhi should be our inspiration. The means of censure makes human beings more aware of their basic rights in this era. But the oppressions do happen. May this special venture could do much more awareness and qualitative movements on nonviolence. The future generation might have to be well known about the visuals behind the scene. It is very appreciable that the Department of Political Science, in association with the Parliamentary Literacy Club, Parshiraja College, is conducting a Gandhi Jayanti observation. I congratulate Manoj Sir and each member of the club who contributed to the organization of this program on behalf of the Department of English. This world does enough to satisfy everyone's need, but not greed. ഈ കോവിഡ് കാലത്ത് ഏറെ പ്രസക്തമായ ഗാന്ധിജിയുടെ വാചകങ്ങളാണ്. ഗാന്ധിജിയുടെ പ്രത്യേകതയായിരുന്നു ചെറിയ ചെറിയ വാചകങ്ങളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുക എന്നത്. കൊറോണ വൈറസ് എന്ന സൂക്ഷ്മാണു നമ്മുടെ ജീവിതത്തെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കിയപ്പോൾ അത് നമ്മുടെ ജീവിത രീതിയെയും കാഴ്ചപ്പാടുകളെയും മാറ്റിയെഴുതി. നമ്മുടെ ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് അത് നമുക്ക് നൽകി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ തിരിച്ചറിവ് നൽകുന്ന വെളിച്ചം നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗാന്ധി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനും പാർലമെന്ററി ലിറ്ററസി ക്ലബിനും എല്ലാവിധ ആശംസകളും. നന്ദി. ഞാൻ അജ്മൽ, തേർഡ് ഇയർ ഹിസ്റ്ററി സ്റ്റുഡൻറ്റ്, പാർലമെന്ററി ലിറ്ററസി ക്ലബിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. പഴശ്ശിരാജ കോളേജിലെ പാർലമെന്ററി ലിറ്ററസി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി അനുസ്മരണ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളർന്നു വരുന്ന ഓരോ യുവതലമുറക്കും മാതൃകയായിരിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നല്ലൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 151 ജന്മദിന ആചരണത്തിന്റെ ഭാഗമായി പഴശ്ശിരാജ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും പാർലമെന്ററി ലിറ്ററസി ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇത് നേതൃത്വം നൽകുന്ന എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് മനോജ് സാറിനെയും എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു. ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു എന്ന് ഘോഷിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിച്ച് ഇന്ത്യൻ മനസ്സിലേക്ക് നഗ്നപാതനായി നടന്നു കയറിയ കർമ്മയോഗി. ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുകയോ ചരിത്ര ഭാഷ്യങ്ങൾ ചമയ്ക്കപ്പെടുകയോ ചെയ്യുന്ന ഈ കാലത്ത് ഗാന്ധിജിയുടെ ചിന്തകളും ദർശനങ്ങളും ജീവിതമൂല്യങ്ങളും പുതുതലമുറ ഉൾക്കൊള്ളേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം ഗാന്ധിജി പറഞ്ഞതുപോലെ സബർമതി യുദ്ധഭൂമിയാണ്, നവഖാലിയാണ് അടുത്ത. സബർമതിയിലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഈ ദൂതനെ കുറിച്ച് പഠിക്കുന്നതിനും അറിയുന്നതിനുമായി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഗാന്ധി ജയന്തി പരിപാടിക്ക് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും. എന്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, എന്റെ മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളെ, ആശയങ്ങളെ, വിചാരങ്ങളെ തടവിലാക്കാനാകില്ല എന്ന ആശയത്തോടുകൂടെ പഴശ്ശിരാജ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും പാർലമെന്ററി ലിറ്ററസി ക്ലബും സംയുക്തമായി നടത്തുന്ന ഈ വെബിനാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം ഇതിൻ്റെ കോർഡിനേറ്ററായ മനോജ് മാത്യു സാറിനും എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, പഴശ്ശിരാജ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസും പാർലമെൻ്ററി ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പാർലമെൻ്ററി ജനാധിപത്യം, വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന സെമിനാറിനും അതോടനുബന്ധിച്ച് നടത്തുന്ന വിർച്വൽ കോമ്പറ്റീഷൻസിനും
മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം പരിപാടികൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്തരമൊരു പ്രോഗ്രാമിന് മുൻകൈയെടുത്ത പൊളിറ്റിക്കൽ സയൻസിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രത്യേകിച്ചും ശ്രീ മനോജ് മാത്യുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും പാർലമെൻ്ററി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാന്ധി ജയന്തി അനുസ്മരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. 151ാമത് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പഴശ്ശിരാജ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഭാഗം നിർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 151ാമത് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം നടത്തുന്ന പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. യുവജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവുമായി പഴശ്ശിരാജ കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് പാർലമെന്ററി ലിറ്ററസി ക്ലബ്ബ്. ഈ ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പാർലമെന്ററി ലിറ്ററസി ക്ലബ്ബും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസും ചേർന്ന് വെബിനാർ, ഡെലിഗേഷൻ കോമ്പറ്റീഷൻ, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഈവൻറ്റ്സ് ഒരു വലിയ വിജയമാക്കി മാറ്റാൻ സഹായിച്ച എല്ലാവർക്കും, കൂടാതെ നമ്മൾക്ക് ആശംസ അർപ്പിച്ച നമ്മളുടെ കോളേജ് പാട്രൺ മോസ്റ്റ് റെവറൽ ജോസഫ് മാർ തോമസ്, നമ്മളുടെ സ്വന്തം MLA IC ബാലകൃഷ്ണൻ സർ, നമ്മളുടെ വെബിനാറിന്റെ മുഖ്യപ്രഭാഷകനും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ ഗോപകുമാർ ജി, നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ സർ, CEO ഫാദർ വർഗീസ് കൊല്ലമാവുടി, ബസാർ ഫാദർ ജോർജ് ആലമൂട്ടിൽ, നമ്മുടെ കോളേജിലെ ബഹുമാനപ്പെട്ട എല്ലാ അനധ്യാപകരെയും പിന്നെ നമ്മളുടെ കുട്ടികളെയും എല്ലാവർക്കും എൻ്റെ പേരിലും പാർലമെന്ററി ലിറ്ററസി ക്ലബിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നന്ദി.